സിവിൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് KWA ബേസ് ചെയ്തിട്ടുള്ള ഒരു ടൈം ടേബിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം എക്സാം ഡേറ്റ് വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ സിലബസ് മാറി വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു മാറിയ സിലബസിന്റെ പ്രകാരം നമുക്ക് എക്സാം വരുന്നത് ഒക്ടോബർ 30th ആണ് അല്ലേ. ഒക്ടോബർ 30 ആണ് വരുന്നത്. അപ്പം നിങ്ങൾ കറക്റ്റ് ആ ഒരു ഡേനെ വെച്ച് തന്നെ കറക്റ്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാം. അപ്പം നമ്മൾ ഇന്നത്തെ ഡേ വെച്ച് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ 83 ഡേയ്സ് ആണ് നമുക്ക് എക്സാമിലേക്ക് ഉള്ളത്. അപ്പം ഓരോ ദിവസവും കറക്റ്റ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് തന്നെ പഠിക്കാം. നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് നോക്കുന്നവരാണെങ്കിലും രണ്ടാൾക്കും പറ്റിയിട്ടുള്ള ടൈം സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ടൈം ടേബിൾസ് ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ നോക്കുക. കാരണം നമ്മൾ ഇതിൽ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അറിയുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ചാനലിലൊന്ന് നോക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ടോട്ടൽ പറഞ്ഞാൽ 83 ഡേയ്സ് ആണുള്ളത്. എക്സാം ഡേറ്റ് വരുന്നത് ഒക്ടോബർ 30 ആണ്. അപ്പോൾ നമ്മൾ 29 വരെ ഉള്ള ഒരു ഡേ വെച്ചിട്ട് നമുക്ക് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് അല്ലേ. നിങ്ങൾക്ക് നിങ്ങളെ സൗകര്യത്തിനനുസരിച്ചിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഓക്കെ, അപ്പോൾ നമ്മൾ ടൈം ടേബിൾ വരുന്നത് ഈ ഒരു രീതിയിലാണ് അല്ലേ. നമ്മൾ ടൈം ടേബിൾ അല്ല, സിലബസ് വരുന്നത് കാറ്റഗറീസ് വരുന്നത് 33/2024 238/2024 ആണ്. അപ്പം സിലബസിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, ഓൾറെഡി നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സിലബസിൽ നമുക്ക് സിവിലിൻ്റെ ടോപ്പിക്സും മെക്കിൻ്റെ ടോപ്പിക്സും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ടൈം ടേബിളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ബേസിക് ടൈം ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു മോഡലാണ്. നിങ്ങൾക്ക് അതുപോലെ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ, ഒരു നോർമൽ ടൈം ടേബിളാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ചില സബ്ജക്റ്റിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും അല്ലേ. ചിലത് നിങ്ങൾക്ക് അറിയുന്നതുണ്ടാവും, ഓൾറെഡി പഠിച്ച് സിവിലാറാണെങ്കിൽ സിവിൽ പഠിച്ചു കഴിഞ്ഞതുണ്ടാവും, മെക്കാരാണെങ്കിൽ മെക്ക് നിങ്ങൾക്ക് അറിയുന്നതുണ്ടാവും. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളിതിൽ ചെയ്തിട്ട് പഠിക്കാനും നോക്കുക. അല്ലാണ്ട് നിങ്ങൾക്ക് ഒരു ഐഡിയയും ഇല്ല, നോർമലി പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഓക്കെ ഇത് വെച്ചിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോൻ്റെ ലാസ്റ്റിൽ പറയാം. നമുക്ക് ആദ്യം ടൈം ടേബിൾ നോക്കാം അല്ലേ. അപ്പം ഇതാണ് നമ്മളെ സിലബസിൽ വരുന്നത്. നമ്മൾ ടൈം ടേബിളിലേക്ക് നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 8 മുതലുള്ള ടൈം ടേബിൾ ആണ് ഞാൻ എടുക്കുന്നത്. ടൈമും കാര്യങ്ങളും നിങ്ങളനുസരിച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തോളാം. നിങ്ങൾക്ക് അരമണിക്കൂർ കൊണ്ട് പഠിച്ചാൽ അരമണിക്കൂർ കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ തലയിൽ നിൽക്കുന്നവരുണ്ടാവും. സെയിം സാധനം ഒരു 2-3 മണിക്കൂറും പഠിക്കേണ്ടതായിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും അല്ലേ. അപ്പൊ നിങ്ങളെ ടൈമിനനുസരിച്ചിട്ട് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യാം. മാക്സിമം യൂസ് ചെയ്യുന്ന ആ ഒരു ടൈം നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. വെറുതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ബുക്കിൻ്റെ മുന്നിൽ ഇരുന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുന്നത് ഒരു രാവിലെ മുതൽ ഉച്ച വരെ അല്ലെങ്കിൽ പൊളിച്ച് ഒരു 3 മണി മുതൽ ഒരു 7 മണി വരെ ആണെങ്കിൽ ആ ടൈം നിങ്ങൾ കറക്റ്റ് യൂസ് ചെയ്യുക. വേറൊരാളെ കുറിച്ചോ അവരിത്ര ടൈം പഠിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് ഒരിക്കലും നിങ്ങൾ കമ്പയർ ചെയ്യരുത്. നിങ്ങൾ മറ്റുള്ളവർ നമ്മളെ കമ്പയർ ചെയ്യുന്ന പോലെ നമ്മൾ ഒരിക്കലും വേറൊരാളെ കമ്പയർ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ മാക്സിമം എഫേർട്ട് ഇടുക. റിസൾട്ടിനെ കുറിച്ച് നമ്മൾ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എക്സാമിൻ്റെ മുന്നേ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മാക്സിമം എഫേർട്ട് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു റിസൾട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓഗസ്റ്റ് 8 മുതലാണ് നമ്മൾ ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഓഗസ്റ്റ് 8 ടു നമ്മൾ 11 വരെയാണ് ഫസ്റ്റത്തെ ടൈം ടേബിൾ കൊടുക്കുന്നത്. അത് എൻജിനീയറിംഗ് ഡ്രോയിങ് ആണ് കേട്ടോ. എൻജിനീയറിംഗ് ഡ്രോയിങ് ആണ്. അപ്പം 4 ഡേയ്സ് ആണ് എൻജിനീയറിംഗ് ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. പറഞ്ഞ പോലെ നിങ്ങളെ സൗകര്യത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ ആൾട്രേഷൻസ് വരുത്താം. അത് ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ല. പിന്നെ ഓഗസ്റ്റ് 8 ടു 11 4 ഡേയ്സ് അവിടെ നമുക്ക് പോയി. പിന്നെ ഓഗസ്റ്റ് 12 ടു 14 ആണ് എടുത്തിട്ടുള്ളത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ്. ഇതൊരു നോർമൽ ഡേയ്സ് 3 ഡേയ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബേസിക്സ് ഒക്കെ അറിയുന്നവരാണെങ്കിൽ ജസ്റ്റ് 1 ഡേ നിങ്ങൾ പഠിക്കാനും ബാക്കി 2 ഡേയ്സ് വർക്കൗട്ട് ചെയ്യാനും യൂസ് ചെയ്യാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത പ്രോബ്ലംസ് ഒക്കെ അറിയാത്തുണ്ടെങ്കിൽ മാക്സിമം വർക്കൗട്ട് എന്നുള്ള രീതിയിൽ ചെയ്യാം. അതുപോലെ തന്നെ ഈ പറയുന്ന ഡേയ്സിൽ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒരു 2 ഡേയ്സിൽ, ഇപ്പോൾ 4 ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡേയ്സിൽ നിങ്ങൾ പഠിച്ചു തീർത്തിട്ട് 2 ഡേയ്സ് വർക്കൗട്ടിന് കൊടുക്കുക. അല്ലെങ്കിൽ ലാസ്റ്റ് ഞാൻ മൊത്തം നമുക്ക് റിവിഷൻ എന്ന് പറഞ്ഞ രീതിയിലും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനുള്ള ഡേയ്സും കൂടെ ബാലൻസ് വെച്ചിട്ടാണ് ഈ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഓഗസ്റ്റ് 15 ഓട്ടോ കാഡ് എന്നുള്ള രീതിയിൽ ഒരു 1 ഡേ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം സിവിലാറാണെങ്കിലും മെക്കാരാണെങ്കിലും അറിയാം നമുക്ക് അത് ഓട്ടോകാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർ ടു അതർ സബ്ജക്റ്റ് നമുക്ക് ഒരുപാട് പഠിക്കാനുള്ളതല്ല അല്ലേ. അപ്പം അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട്
നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വേണമെങ്കിൽ 2 days എന്നുള്ള രീതിയിൽ അതിനെ മാറ്റാം. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് 2 days നടുന്നുണ്ട്. കാരണം ഓട്ടോകാഡിനൊന്ന് നമ്മളെ സിലബസിൽ 8 മാർക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 8 മാർക്ക് എന്ന് പറയുന്ന സമയത്ത് ചെറിയൊരു സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്കതിൽ മാക്സിമം ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നോക്കുക. അതിൽ 1 മാർക്ക് പോലും സ്കിപ്പ് ചെയ്യാത്ത രീതിയിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, മാക്സിമം തിയറി പഠിക്കാൻ പറ്റുക. നിങ്ങൾക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ സോഴ്സൊന്നും പഠിക്കാൻ നോക്കാം. അപ്പം 2 days ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം 15 to 16 എന്നുള്ള രീതിയിൽ 2 ദിവസം കാണിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഓഗസ്റ്റ് 17 എടുത്തിട്ടുള്ളത്. ഓഗസ്റ്റ് 17 to 21 5 days ആണ് വരുന്നത്. സർവേ ആണ് എടുത്തിട്ടുള്ളത്. 5 days സർവേയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 9 മാർക്ക് മാത്രമാണ് നമ്മളെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ ഒരു സർവേ മാക്സിമം നിങ്ങൾ പഠിക്കാൻ നോക്കുക. ഏരിയാസ് ഒക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. പിന്നെ ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഏരിയാസ് ഒക്കെ അതിൽ ആഡും ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു 5 days കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് തന്നെയാണ്. നിങ്ങൾ കറക്റ്റ് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഡേയ്സ് തന്നെയുള്ളൂ. പിന്നെ സിവിൽ ഓൾറെഡി എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 5 days ഒന്നും വേണ്ടല്ലേ. 1 or 2 day 1 day കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ച് വെച്ചതായിരിക്കും റിവിഷൻ ചെയ്ത് തീർക്കാം. പിന്നെ ഒരു 4 days എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ മാക്സിമം ഉള്ള ഡേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഷോർട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് ടൈം ടേബിൾസ് ആൾട്ടർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ഓഗസ്റ്റ് 17 to 21 സർവേ ആണ്. 5 days ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മെക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സർവേ അറിയില്ലെങ്കിൽ ഈ ഒരു 5 days നിങ്ങൾ തിയറി പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു 3 to 4 days തിയറി പഠിക്കാൻ എടുത്തിട്ട് 1 day വർക്ക്ഔട്ട് ചെയ്യുക. അല്ലെങ്കിൽ തിയറി പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പം പ്ലെയിൻ ടേബിൾ സർവേ ആണെങ്കിൽ പ്ലെയിൻ ടേബിൾ സർവേ പഠിച്ചതിന് ശേഷം നിങ്ങൾ പ്ലെയിൻ ടേബിൾ സർവേ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അതിലുള്ള പോർഷൻസും ഐഡിയയും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ്. അങ്ങനെ ഒരു കുഞ്ഞു അതൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുള്ള കാര്യങ്ങളല്ല. സർവേ കമ്പയർ ടു നമ്മൾ പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. ഒരുപാട് വാല്യൂസും കാര്യങ്ങളൊക്കെ കമ്പയർ ടു അതർ സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനില്ല. അപ്പം ആ ഒരു ഉള്ള കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. പിന്നെ ഓഗസ്റ്റ് 22 to പറഞ്ഞത് 29 വരെ 22 to 29 BMC ആണ്. ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. BMCയിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും 10 മാർക്കാണ് നമ്മളെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. നോർമൽ നമ്മളെ BMCയിൽ വരുന്ന ഏരിയാസ് ആണ്. അപ്പം ടോട്ടൽ ഇതിന് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് 8 days ആണ്. അത്യാവശ്യം പോർഷൻസ് ഉണ്ട് പഠിക്കാൻ. അപ്പം സിവിലുകാരാണെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കറക്റ്റ് റിവൈസ് ചെയ്ത് മാക്സിമം ആ ഒരു 10 മാർക്ക് കിട്ടുന്ന രീതിയിലാക്കി വെക്കുക. അല്ലെങ്കിൽ മെക്കാരാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ ഡേയ്സ് BMC ബിൽഡിംഗ് മെറ്റീരിയലും ബിൽഡിംഗ് കൺസ്ട്രക്ഷനും നന്നായിട്ട് പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസും കൂടെ വർക്ക്ഔട്ട് എന്തായാലും ചെയ്യാം. അപ്പം ആ ഒരു രീതിയിൽ തന്നെ ഇപ്പം 3 days ബിൽഡിംഗ് മെറ്റീരിയൽ ഉള്ള പോർഷൻസ്, 3 days ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഉള്ള പോയിന്റ്സും പിന്നെ ഒരു 2 days വർക്ക്ഔട്ടിനെന്നുള്ള രീതിയിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 8 days നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സിവിലുകാർക്ക് ഓൾറെഡി നിങ്ങളെ പഠിച്ച ഏരിയാസ് തന്നെയാണ്. അപ്പം അതൊന്നുകൂടെ നല്ലോണം സെറ്റ് ആക്കിയതിന് ശേഷം ക്വസ്റ്റ്യൻസും കൂടെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. പിന്നെ ഓഗസ്റ്റ് 30 ആണ് എടുത്തിട്ടുള്ളത്. 30 to സെപ്റ്റംബർ 2 ആഡ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റ് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റ് ആണ്. ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതിന് നമ്മളെ സിലബസിൽ നോക്കിയാൽ അറിയാം നമുക്ക് 10 മാർക്കാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ബിൽഡിംഗ് ഡ്രോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിട്ടുള്ളത് ബിൽഡിംഗ് ബൈ ലോസും അല്ലെങ്കിൽ ബിൽഡിംഗ് റൂൾസും എസ്റ്റിമേഷൻസും ആണല്ലേ. എസ്റ്റിമേഷനും വാല്യുവേഷനും കൂടെയാണ് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ എന്നുള്ള ഏരിയയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പം അത് കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് ആണ്. പക്ഷെ 10 മാർക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം മാർക്ക് നോക്കിയിട്ട് പഠിക്കുക. അപ്പം 4 ദിവസമാണ് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. 4 days നിങ്ങൾക്ക് പഠിച്ച് കഴിയാവുന്ന പോർഷൻസ് ആണ് അതിലുള്ളത്. അപ്പം മാക്സിമം ഇൻ കേസ് 4 days കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ച് ഡേ എക്സ്റ്റെൻഡ് ചെയ്തിട്ടും പഠിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഓരോരുത്തരും വ്യത്യാസം ഉണ്ടാകും. ഞാൻ പറഞ്ഞത് ബേസിക് ടൈം ടേബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ബിൽഡിംഗ് നമുക്ക് പറഞ്ഞു 10 മാർക്കാണ് നമ്മളെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 10 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഏരിയ ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്. അപ്പം നോക്കിയിട്ട് പഠിക്കാം. പിന്നെ നമുക്ക് ഓഗസ്റ്റ് 32 നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓഗസ്റ്റ് 30 to സെപ്റ്റംബർ 2 വരെയാണ് നമ്മൾ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇനി സെപ്റ്റംബർ 3 മുതൽ സെപ്റ്റംബർ 7 വരെ ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ ആണ്. ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 6 days ആണ് വരുന്നത്.
സെപ്റ്റംബർ 3 ടു സെപ്റ്റംബർ 8 വരെ ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ 6 ദിവസമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം കറക്റ്റ് പോർഷൻസ് ഒക്കെ നോക്കിയിട്ട് പഠിക്കുക. ഏതൊക്കെയാണ് നമുക്ക് ഓരോന്ന് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. ഇറിഗേഷനിൽ നമുക്ക് അതിൽ സ്റ്റോറേജ്, ഡാം, അതുപോലെ തന്നെ റിസർവോയർ, കനാലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം കറക്റ്റ് നീറ്റായിട്ട് തന്നെ പഠിക്കുക. 9 മാർക്കാണ് നമ്മളെ സിലബസിൽ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് മെക്കിൻ്റെ പോർഷൻസ് ആണ് അല്ലേ. അപ്പം ഇതുവരെ നമ്മൾ സിവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മെക്കിലേക്ക് വരുന്ന സമയത്ത് സെപ്റ്റംബർ 9 ടു സെപ്റ്റംബർ 13 വരെ എടുക്കാം. അതിൽ ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉള്ളതാണെങ്കിൽ ഫസ്റ്റത്തെ ഡ്രോയിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് 5 days ആണ്. അപ്പം 5 days കൊണ്ട് നിങ്ങൾ മാക്സിമം ഏരിയാസ് കവർ ചെയ്യാൻ നോക്കുക. അതുപോലെ സിവിലിയർ ആണെങ്കിൽ തിയറി പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മെക്ക് ഏരിയാസിൽ പെർഫോം ചെയ്യാനുള്ള ഒരു, നിങ്ങൾ ഓൾറെഡി ക്വസ്റ്റ്യൻസ് ഒന്നും അധികം കണ്ടിട്ടുണ്ടാവില്ല. അപ്പം മാക്സിമം ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നെക്സ്റ്റ് സെപ്റ്റംബർ 14 ടു സെപ്റ്റംബർ 19 ആണ്. സെപ്റ്റംബർ 14 ടു സെപ്റ്റംബർ 19 എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഫാസ്റ്റ്നേഴ്സ് ആണ്. ഫാസ്റ്റ്നേഴ്സ് ലൈക്ക് വെൽഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ടു 19 ആണ്. 6 days ആണ് പറഞ്ഞിട്ടുള്ളത്. നീറ്റായിട്ട് തന്നെ പഠിക്കാം. അപ്പം അതിൽ നമുക്ക് 8 മാർക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഫാസ്റ്റ്നേഴ്സ് 3 മാർക്ക്, വെൽഡ് 2 മാർക്ക്, പിന്നെ ലോക്കിംഗ് ഡിവൈസസ് എന്ന് പറഞ്ഞിട്ട് 3 മാർക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കുക, അങ്ങനെ ആ ഒരു മാർക്ക് കൂടിയതിനെ കൊണ്ട് തന്നെ ആ ഒരു പഠിക്കുന്ന ഓരോ പോർഷൻസും കറക്റ്റ് നീറ്റായിട്ട് പഠിക്കുക. അതിൽ ഫാസ്റ്റ്നേഴ്സ് ആണെങ്കിൽ ഫാസ്റ്റ്നേഴ്സിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെ അതുകൊണ്ടാണ് പറഞ്ഞത് മാക്സിമം നമ്മൾ ഈ ഒരു സിലബസ് പ്രിൻ്റ് ഔട്ട് എടുക്കുക. അപ്പം പ്രിൻ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു നീറ്റായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ നമുക്ക് സെപ്റ്റംബർ 20 ടു 23 ആണ്. പൈപ്പ് ജോയിൻസ് ആണ് വരുന്നത്. പൈപ്പ് ജോയിൻസിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാൻ 4 days ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം 4 daysൽ മാക്സിമം നിങ്ങൾ പഠിക്കാൻ നോക്കുക. അതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ട് പഠിക്കാം. നിങ്ങൾക്ക് ഒട്ടും ഈ ഒരു ഏരിയ ആയിട്ട് കണക്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എടുക്കുക. എന്നിട്ട് മാക്സിമം കിട്ടുന്ന ക്വസ്റ്റ്യൻസ് നോക്കുക. എന്നിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഏരിയയും ഓപ്ഷൻസും ഉണ്ടാവില്ല. 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്തിട്ട് മാക്സിമം എവിടെ നിന്നൊക്കെ നോട്ട്സ് കിട്ടും. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് കുറഞ്ഞ ടൈമിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പിന്നെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന ആ ഒരു ടൈം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. പിന്നെ നമുക്ക് നെക്സ്റ്റ് സെപ്റ്റംബർ 24 ടു 28 ആണ്. ബെൽറ്റ് ഡ്രൈവ്, അതുപോലെ തന്നെ ഗിയറൊക്കെയാണ് നോക്കാനുള്ളത്. അപ്പം ബെൽറ്റ് ഡ്രൈവും ഗിയറും ഒക്കെ പഠിക്കേണ്ടിയിട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് 5 days ആണ്. 5 days ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നമ്മുടെ സിലബസിൽ 7 മാർക്ക് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നോക്കി തന്നെ പഠിക്കാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാൻ സെപ്റ്റംബർ 29 ടു ഒക്ടോബർ 7 വരെ ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് ആണ്. ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഡേയ്സ് 9 days ആണ്. 9 days കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് നവമിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡേയ്സ്. അപ്പം ആ ഒരു ഡേയ്സിൽ നിങ്ങൾ അങ്ങനെ പഠിക്കാത്തവരുണ്ടെങ്കിൽ ആ ഡേയ്സും കൂടെ ബാലൻസ് ചെയ്തിട്ട് പോവുക. അല്ലെങ്കിൽ 9 daysൽ നിങ്ങൾക്ക് മാക്സിമം ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് തിയറി കണക്ട് ചെയ്തിട്ട് പഠിക്കാവുന്നതാണ്. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡേ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിലേക്ക് എത്തിയില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾ നേരത്തെ പഠിച്ചു കഴിയുകയാണെങ്കിൽ അടുത്ത സബ്ജക്റ്റിലേക്ക് പോവുക. അല്ലെങ്കിൽ നിങ്ങൾ റിവിഷനിൽ ഇത്രയും ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങളിൽ ഏതെങ്കിലും പോർഷൻസ് അഥവാ നിങ്ങൾ ഒരു സബ്ജക്റ്റിന് കുറച്ച് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്നുകൂടെ ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കൂടെ ഇവിടെ ബാക്കപ്പ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇനി ഒക്ടോബർ 8 ടു ഒക്ടോബർ 11 ആണ്. അവിടെ ലിമിറ്റ്സ് ആൻഡ് ടോളറൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ലിമിറ്റ്സ് ആൻഡ് ടോളറൻസ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 4 days ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസിലൂടെ തന്നെ പഠിക്കാൻ നോക്കുക. പിന്നെ ഒക്ടോബർ 12 ടു ഒക്ടോബർ
14 ആണ്. അത് ബിയറിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. ബിയറിംഗ് നമ്മളെ സിലബസിൽ കുറച്ച് ഏരിയ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ 4 മാർക്കിന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നീറ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു 4 മാർക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ബിയറിംഗ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ബിയറിംഗിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ സ്കോർ ചെയ്യാനും എളുപ്പമാണ്. അപ്പം 3 days ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ടൈം ടേബിൾ പ്രകാരം ഇത്രയും ദിവസമാണ് ഈ ഒരു ഡേന്റെ ഉള്ളിൽ നിങ്ങൾ പഠിച്ച് തീർത്തിട്ട് പിന്നെ ബാക്കി വരുന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 15 ദിവസം വരുന്നുണ്ട്. ഈ ഒരു 15 ദിവസത്തിൽ നിങ്ങൾ മാക്സിമം റിവിഷൻ ചെയ്യാം. ഡെയിലി ഇപ്പം രാവിലെ എണീച്ചിട്ടാണെങ്കിൽ രാവിലെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ എന്നുള്ള രീതിയിൽ ഇപ്പം ഇതിൽ ഇപ്പം 15 ദിവസത്തിൽ ഒരു 3 ദിവസം സിവിൽ സബ്ജക്റ്റിന് വേണ്ടിയിട്ടും 3 ദിവസം വേണമെങ്കിൽ മെക്ക് സബ്ജക്റ്റിന് അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ടാണെങ്കിൽ മിക്സ് ചെയ്തിട്ട് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. മാക്സിമം ഇപ്പം നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഇപ്പം ഓരോ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണെങ്കിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റ് ആണ് നിങ്ങൾ ക്വസ്റ്റ്യൻസിലൂടെ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഒരു ഒക്ടോബർ 14 ശേഷമുള്ള ദിവസങ്ങളിൽ നിങ്ങൾ മൊത്തത്തിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. അങ്ങനെ ഒരു ദിവസം മാക്സിമം എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അതിലൂടെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും പറ്റും, നിങ്ങൾക്ക് കുറച്ചുകൂടെ സെറ്റ് ആക്കാനും പറ്റും. പിന്നെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴുള്ള ആ ഒരു ടൈം മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു പേടി ഉണ്ടെങ്കിൽ അത് മാറ്റി നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരുത്താൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ മാക്സിമം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പം ഒരു 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ 4 ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ നോക്കി ഓക്കെ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ കറക്റ്റ് കിട്ടിയെന്നുണ്ടെങ്കിലും ജസ്റ്റ് നിങ്ങൾ സെൽഫായിട്ട് നിങ്ങൾ എക്സാമിൻ ചെയ്യുക. നിങ്ങൾക്ക് ബാക്കിയുള്ള 3 ഓപ്ഷൻസും എന്താണെന്ന് അറിയോ, അതിനെക്കുറിച്ച് നിങ്ങൾ പ്രത്യേകിച്ച് സിവിലുകാരാണെങ്കിൽ മെക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മെക്കാർ സിവിലിൽ നിങ്ങൾക്ക് ഐഡിയ ഇല്ലാത്ത ഏരിയാസ് ആണെങ്കിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരുടെ എന്തെങ്കിലും ചോദിക്കാം, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഇപ്പൊ യൂട്യൂബിൽ തന്നെ ഒരുപാട് ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. അപ്പം ആ ഒരു ക്ലാസ്സസിലൂടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ടൈം ടേബിൾ പറയുന്നത്. അതുപോലെ നമ്മൾ ഈ ഒരു KWN ബേസ് ചെയ്തിട്ട് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ യൂട്യൂബിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം മാക്സിമം നമ്മൾ സിലബസിൽ ഏരിയാസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആസ് യൂഷ്വൽ നമ്മൾ ചാനൽസിലുള്ള പോലെ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ എന്നുള്ള രീതിയിലായിരിക്കും ക്ലാസ്സസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആവുക. പിന്നെ നമ്മൾ ഓൾറെഡി ക്ലാസ്സസ് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നോക്കിയാൽ കാണാം, അതിൽ മെമ്പർ ഫസ്റ്റ് എന്നുള്ളതുണ്ടാവും. അപ്പം അതേ രീതിയിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സസ് നേരത്തെ കാണണമെങ്കിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് കാണാൻ പറ്റുന്നതുമാണ്. അല്ലാണ്ട് നിങ്ങൾക്ക് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം നിങ്ങളിലേക്ക് ക്ലാസ്സസ് എത്തുന്നതായിരിക്കും. അപ്പം ഈ ഒരു ലാസ്റ്റ് നമ്മൾ ഒക്ടോബർ 29 വരെയാണല്ലേ നമുക്ക് ടൈം ഉള്ളത്. അപ്പം 30th നമുക്ക് എക്സാം വരുന്നത്. അപ്പം അതിൻ്റെ മുന്നേ നമ്മൾ എന്തായാലും ഈ ഒരു പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക, മാക്സിമം എഫേർട്ട് ഇടുക. അതുപോലെ നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ ടൈമും അത് വിചാരിച്ച് നമ്മൾ 100% അങ്ങനെ നമ്മൾ ഓവർ പ്രഷറായിട്ട് പഠിക്കണം എന്നല്ല കേട്ടോ. നിങ്ങളിപ്പം ഒരു ദിവസം രാവിലെ എണീച്ചിട്ട് ഇപ്പോൾ ഒരു 3 to 5 നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി കുറച്ച് സമയങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ 3 to 3:30 പഠിക്കുക, എന്നിട്ടൊരു ഗ്യാപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, എന്നിട്ട് 3:30 പിന്നെ ഒരു 3:45 ഒക്കെ വെച്ചിട്ട് പിന്നെ പഠിച്ചു തുടങ്ങാം. കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്നതേ ഉണ്ടാവുള്ളൂ. ആ ഒരു ടൈം നിങ്ങൾക്ക് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റിയെന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ പറ്റുന്നവരാണെങ്കിൽ ഓക്കെ കേട്ടോ. പക്ഷെ നിങ്ങൾ ആ ഇരിക്കുന്ന ടൈം നിങ്ങൾക്ക് വാല്യുബിൾ ആണോ നിങ്ങൾ സ്വന്തം വിലയിരുത്തുക. വേറൊരാളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല. നമ്മളെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ഇരുന്ന് ടൈം എടുത്ത് മനസ്സിലാക്കണം. അതുപോലെ മുന്നത്തെ എക്സാംസിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടെ വർക്ക്ഔട്ട് ചെയ്യുക. ഡെയിലി ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ആകുമ്പോൾ നിങ്ങൾക്ക് അതിൽ 100 ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ ആ ഒരു 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ജസ്റ്റ് അറിയാത്തതുണ്ടെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് ഒക്കെ പഠിക്കുന്നതിന്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള സബ്ജക്റ്റും കൂടെ ഇതിന്റെ കൂടെ റിവൈസ് ചെയ്തിട്ട് പോകാൻ പറ്റും. ജസ്റ്റ് അത് ഓരോരുത്തരെ പഠിക്കുന്ന മെത്തേഡ് വ്യത്യാസം ഉണ്ടാവും, ടൈം വ്യത്യാസം ഉണ്ടാവും, നിങ്ങളെ മെമ്മറിയിലേക്ക് കയറുന്ന കാര്യങ്ങൾ. ചില ആൾക്കാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് പഠിക്കുന്ന ടൈം കുറച്ചുകൂടെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലാത്തവരുണ്ടെങ്കിൽ വെറുതെ ഇപ്പോൾ ഒരു ടൈം ടേബിൾ കണ്ട് അതിനനുസരിച്ച് ഞാൻ ഇരുന്ന് താക്കിയത് കൊണ്ട് പഠിച്ചെന്നുള്ളതായില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇപ്പോൾ ബിയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയ, ബിയറിംഗ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം 1 മണിക്കൂർ കൊണ്ട് പഠിച്ച് തീരാവുന്ന സാധനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വായിച്ച് തീർക്കുക, മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ പറ്റുന്ന ഏരിയ സബ്ജക്റ്റ് ഒക്കെ ആകുമ്പോൾ വായിച്ച് പഠിക്കും, ജസ്റ്റ് ഒന്ന് വായിച്ചിടുക. പിന്നെ അത് കഴിഞ്ഞ് വേണമെങ്കിൽ അന്ന് ഉറങ്ങുന്നതിൻ്റെ മുന്നേ ഒന്നുകൂടെ അത് വായിച്ച് നോക്കുക.
ഡെയിലി നിങ്ങൾക്ക് ഒരു 2 അവർ മതിയാവും അങ്ങനെയുള്ളവർക്ക്. എന്നിട്ട് ഇതുപോലെ ഒരു 2 ദിവസം നിങ്ങൾ ഈ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ വായിച്ച് നോക്കുക. അപ്പൊ 2 ദിവസം വായിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു നിങ്ങളെ മൈൻഡിലേക്ക് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളിപ്പോൾ എക്സാമിനൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു പ്രാവശ്യം നിങ്ങൾ അതിലൂടെ പോയി പിന്നെ അതിലൂടെ വരുന്ന സമയത്ത് ഓക്കെ ഇത് എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നില്ല. അപ്പൊ അതേപോലെ തന്നെയാണ് നിങ്ങളൊരു 4 പ്രാവശ്യം ഒരേ ബുക്ക് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവും, നിങ്ങളുടെ മൈൻഡിലേക്ക് അത് കയറുകയും ചെയ്യും. ഇങ്ങനെ 2 ദിവസം ഇങ്ങനെ ചെയ്തിട്ട് 3ാമത്തെ ദിവസം നിങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അല്ലെങ്കിൽ ദിവസം ഇപ്പൊ രാവിലെ നിങ്ങൾ പഠിച്ച് വൈകുന്നേരം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് അന്നൊരു 10 ക്വസ്റ്റ്യൻ എങ്കിൽ 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 50 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 50 ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്നിട്ട് പിന്നെ സെക്കൻഡ് ഡേയിലേക്ക് നിങ്ങൾ സെയിം ബുക്സ് അതിന്റെ ആ ഒരു തിയറി വായിച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ നിങ്ങൾ ഫെമിലിയർ ആവും. അങ്ങനെ നിങ്ങൾ 3ാമത്തെ ദിവസത്തിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ അതിൽ ആ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പം ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്സ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ഫുൾ എഫേർട്ട് ഇട്ടത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല. ആ ഒരു എഫേർട്ട് ഇടുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു സ്മാർട്ട് ആയിട്ടും കൂടെ എഫേർട്ട് ഇടുക. അതായത് എഫേർട്ട് ഇട്ടത് കൊണ്ട് റിസൾട്ട് കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ റൂമും അടച്ചിട്ട് ബുക്കിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, കുറേ സ്ട്രെസ്സും കാര്യങ്ങളായിട്ട് നിങ്ങൾ ഓക്കെ അല്ലാണ്ട് പഠിക്കണം എന്നുള്ള ഒരു പ്രഷർ മാത്രം വെച്ചിട്ട് ഇരുന്ന് അപ്പോൾ അവിടെയും നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ട്. പക്ഷെ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടാത്ത എഫേർട്ടാണ്. മറിച്ച് നിങ്ങൾ ഓക്കെ എനിക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ എന്താണെന്നുള്ളത് ഒരു അരമണിക്കൂർ നിങ്ങൾ വേറൊരു കാര്യങ്ങളും മോട്ടിവേഷനും കാര്യങ്ങളും ഒന്നും വേണമെന്നില്ല, നിങ്ങൾ സ്വന്തം വിലയിരുത്തുക. അപ്പൊ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു PSC എക്സാമിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്, ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ സംഭവിക്കും ഫ്യൂച്ചറിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ സ്വന്തം വിലയിരുത്തുക. അപ്പൊ നമുക്ക് ആ ഒരു പഠിക്കാനുള്ള എനർജി താനെ കിട്ടും അല്ലേ. അപ്പം പിന്നെ മറ്റുള്ളവർ നിങ്ങളെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവർ നിങ്ങളെ കുറെ കാലമായി പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വരുന്ന ഒരു എക്സാം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ളതാണ്. ഒരുപാട് വേക്കൻസീസും ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഒന്നൊരു മനസ്സിലാക്കി നമ്മളെ മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലാക്കി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം. ജസ്റ്റ് ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാലും ഓക്കെ പറഞ്ഞ് മനസ്സിലായി എന്നുള്ള രീതിയിൽ അവിടെ ഇട്ടേച്ച് പോരുത്. അത് നിങ്ങളുടെ മൈൻഡിലിട്ട് അതിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ പ്ലാൻ ചെയ്യുക. കറക്റ്റ് ടൈം ടേബിൾ പ്രകാരം പഠിക്കുക. മാക്സിമം നമ്മൾ സിലബസ് ഏരിയാസ് പ്രകാരം തന്നെ പഠിക്കാം. സിലബസ് പ്രിന്റ് ഔട്ട് എടുക്കണം എന്ന് പറഞ്ഞത് നമ്മളെ BMC ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ അതൊരു വൈഡ് ഏരിയ ആണ്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ബുക്ക് എടുത്ത് നോക്കുമ്പോൾ BMC ഞാൻ എഴുതിയ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് പഠിക്കുക. പക്ഷെ ഇപ്പൊ നമ്മൾ ബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്കിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പം ബ്രിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആ ഒരു ഏരിയ തന്നെ പഠിക്കണം. പക്ഷെ ഇപ്പം വേറെ ഏതെങ്കിലും ഏരിയാസ് ആണെങ്കിൽ അപ്പൊ നമുക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാനിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ BMC സബ്ജക്ട് എടുക്കുക. BMC സബ്ജക്റ്റിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഓൾമോസ്റ്റ് ബിൽഡിംഗ് മെറ്റീരിയൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഞാൻ എന്റെ നോട്ട് ബുക്ക് എടുത്ത് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിലിപ്പോ ഒരു കാർപ്പൻട്രി ജോയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ. അപ്പൊ നമ്മളെ സിലബസിൽ ആ ഒരു കാർപ്പൻട്രി ജോയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ഇല്ലെങ്കിൽ നിങ്ങൾ അതും കൂടെ വായിച്ച് അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്തതുണ്ടാവും. കുറേ ടൈം നിങ്ങൾ അത് ചിന്തിച്ചിരുന്ന് എങ്ങനെ പഠിക്കുന്നു അതിൽ നമ്മൾ കുറേ വേസ്റ്റേജ് വരികയാണല്ലേ അവിടെ ചെയ്യുന്നത്. നിങ്ങൾ കറക്റ്റ് ടൈം ടേബിൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ആ ഒരു സിലബസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ സ്റ്റോണ് ബ്രിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളെ സിലബസിലുണ്ട്. അപ്പൊ നിങ്ങൾ സ്റ്റോൺ പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റോൺ ഒന്ന് ജസ്റ്റ് ഒരു ടിക്ക് ഇടുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ വരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പം ആ ഒരു പിന്നെ നമ്മൾ ബ്രിക്ക് പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു നെക്സ്റ്റ് ഏരിയയിലേക്ക് പോകാനുള്ള ഒരു എനർജി കിട്ടും. ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ എനിക്കിത് തീർക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാനും ഇത് നല്ലതാണ്. അപ്പൊ പറ്റുകയാണെങ്കിൽ നമ്മളെ സിലബസ് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് തന്നെ ചെയ്യാം. പിന്നെ നമ്മൾ സിവിലുകാർക്കും മെക്കാർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലായിരിക്കും നമ്മളെ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ കുറേ ക്ലാസ്സസ് ഉണ്ട്. അപ്പൊ മെക്കാർക്ക് വേണമെങ്കിൽ സിവിലിന്റെ ആ ഒരു ഏരിയാസ് ഒക്കെ സെർച്ച് ചെയ്ത് കാണാം. പക്ഷെ നമ്മളെ സിലബസിലേക്ക് പറയുന്ന സമയത്ത് എടുത്ത് പറയുന്ന ഏരിയാസിൽ വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ സിവിലിന്റെ മുതൽ കംപ്ലീറ്റ് മെക്കിന്റെ പോർഷൻസ് ഒക്കെ നമ്മൾ എന്തായാലും റിവിഷൻ സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ ഓൾറെഡി റിവിഷൻ സീരീസ് നമ്മുടെ ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബേസിക് ആയിട്ട് നിങ്ങൾക്ക് മെക്കാരാണെങ്കിൽ സിവിലിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ നമ്മൾ ഗ്രേഡ് 1ന്റെ ഇതിലൊക്കെ തിയറി ഓൾമോസ്റ്റ് നമ്മൾ ഏരിയാസ് അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നേരത്തെ വേണമെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നുകൂടെ റിവിഷൻ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു 1.5 അവറിലൊക്കെ നിങ്ങൾക്ക് ഒരു ക്വിക്ക് റിവിഷൻ എന്നുള്ള രീതിയിൽ ആ വീഡിയോസ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്.
എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ആ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് ഓൾറെഡി അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോ പിന്നെ റീ അപ്ലോഡ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി അതിൽ എന്തെങ്കിലും നമ്മൾ എല്ലാവർക്കും മിസ്റ്റേക്ക് പറ്റാല്ലേ, അപ്പൊ ഇൻ കേസ് പറയുന്ന കാര്യത്തിലോ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു യൂട്യൂബ് വീഡിയോന്റെ അവിടെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഏതൊരു വീഡിയോ കാണുന്ന സമയത്തും അവിടെ പിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങൾ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പിൻ ചെയ്തിട്ടുണ്ടാവും. ഒന്നിലധികം ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു പിൻ ചെയ്ത കാര്യങ്ങൾ തന്നെ നമ്മൾ അതിന്റെ താഴോട്ടായിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ അത് നോക്കുക. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പം അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ആൻസർ അല്ലേ വരിക, പക്ഷെ നമ്മൾ പറഞ്ഞതായിരിക്കും ചിലപ്പം കറക്റ്റ്. അപ്പം നിങ്ങൾക്ക് അത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആവുന്നതാണ്. ഇൻ കേസ് മറിച്ച് അങ്ങനെയല്ല, നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു എന്തെങ്കിലും പോയിന്റിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അതും നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയുള്ള ഡേയ്സ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എല്ലാവരും വാട്ടർ അതോറിറ്റീൻ്റെ ഒക്കെ ഒരുപാട് വേക്കൻസീസ് ഉള്ള പോസ്റ്റാണ് വരുന്നത്. അപ്പോൾ മാക്സിമം എഫേർട്ട് ഇടുക. അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ പഠിച്ചിട്ട് ഈ ഒരു കുറച്ച് 1-2 മാസം നിങ്ങളിങ്ങനെ ഉഴപ്പി നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ടതും വെറുതെ ആവും. അപ്പം എല്ലാവരും മാക്സിമം നന്നായിട്ട് പഠിക്കുക. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.